സിസേറിയന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സർജറിക്ക് മുൻപായി അമ്മയുടെ കയ്യിൽ ഒരു IV ലൈൻ അല്ലെങ്കിൽ ആൻജിയോ കാത്തറ്റർ വയ്ക്കുന്നു. ബോഡിയിലേക്ക് ഫ്ലൂയിഡ്സ്, മരുന്നുകൾ അല്ലെങ്കിൽ അനസ്തേഷ്യ ഒക്കെ വെയിൻ വഴി ഡയറക്റ്റ് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഫ്ലെക്സിബിൾ പൈപ്പാണിത്. സർജറിക്ക് മുൻപും ശേഷവും ബ്ലാഡറിൽ നിന്നും മൂത്രം ഒഴിവാക്കാൻ വേണ്ടി മൂത്രനാളി വഴി ഒരു സോഫ്റ്റ് ട്യൂബും വയ്ക്കുന്നു. ഇതിനെ ബ്ലാഡർ കാത്തറ്റർ എന്ന് പറയുന്നു. മൂത്രം ഒഴിവാക്കുന്നതിനോടൊപ്പം യൂറിൻ ഔട്ട്പുട്ട്സ് ഒബ്സർവ് ചെയ്ത് കിഡ്നിയുടെ പ്രവർത്തനം മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നു. ഓപ്പറേഷൻ ഫീൽഡിനും പേഷ്യന്റിനുമിടയിൽ ഇത്തരത്തിൽ ഒരു മറയും വയ്ക്കുന്നു. ചില അനസ്തേഷ്യയിൽ ബോധം പോകില്ല, പക്ഷേ വേദന ഉണ്ടാവുകയില്ല. ഈ സാഹചര്യത്തിൽ അമ്മ സർജറി കാണാതിരിക്കാൻ വേണ്ടിയാണ് ഈ മറ. സാധാരണ 2 തരം അനസ്തേഷ്യയാണ് നൽകാറുള്ളത്. ഒന്ന് ജനറൽ അനസ്തേഷ്യ. ഈ അനസ്തേഷ്യ നൽകിയാൽ അമ്മ പൂർണ്ണമായും ബോധരഹിതയാകും. ഇത് എമർജൻസി ഘട്ടങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. രണ്ടാമത്തെ അനസ്തേഷ്യയാണ് റീജിയണൽ അനസ്തേഷ്യ. ഇതാണ് സാധാരണ കൂടുതലായും ഉപയോഗിക്കുന്നത്. ബോഡിയുടെ ചില ഭാഗങ്ങൾ മാത്രം മരവിപ്പിക്കാനാണ് റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. ഈ സമയത്ത് അമ്മയ്ക്ക് ബോധമുണ്ടാകും, എന്നാൽ ശരീരത്തിൻ്റെ താഴെ ഭാഗങ്ങൾ മരവിച്ചതിനാൽ വേദന അറിയില്ല. റീജിയണൽ അനസ്തേഷ്യ ഇഞ്ചക്ട് ചെയ്യുന്നത് ബാക്ക് സൈഡിൽ സ്പൈനൽ കനാലിലാണ്. അനസ്തേഷ്യ നൽകിയതിനു ശേഷം സർജറി നടത്തുന്ന ഡോക്ടർ അടിവയറിൽ സ്കിൻ കട്ട് ചെയ്യും. ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും സിറ്റുവേഷൻ അനുസരിച്ച് ഈ കട്ട് ഇടാറുണ്ട്. കൂടുതലായും പിബിക് ബോണിൻ്റെ മേലെയായി ഹൊറിസോണ്ടൽ ഇൻസിഷൻ ആണ് ചെയ്യുന്നത്. ബിക്കിനി കട്ട് എന്ന് ചിലർ ഇതിന് പറയാറുണ്ട്. സ്കിൻ കട്ട് ചെയ്തതിന് ശേഷം ഫാറ്റ്, മസിൽ ലെയർ, പെരിറ്റോണിയൽ ലെയർ എന്നിവ കട്ട് ചെയ്യുന്നു. യൂറിനറി ബ്ലാഡർ സേഫായിരിക്കാൻ വേണ്ടി ശ്രദ്ധാപൂർവം സൈഡിലേക്ക് തള്ളി വയ്ക്കുന്നു. ഗർഭാശയത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അമ്നിയോട്ടിക് സാക്ക് ഓപ്പൺ ചെയ്ത് കുഞ്ഞിനെ മെല്ലെ പുറത്തേക്കെടുക്കുന്നു. എന്നിട്ട് അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് ഒബ്സർവേഷന് വേണ്ടി കുഞ്ഞിനെ ചൂടുള്ള ടവലിൽ പൊതിഞ്ഞു വയ്ക്കുന്നു. പ്ലസൻഡ ശ്രദ്ധാപൂർവം എടുത്തു മാറ്റുന്നു. അതിനുശേഷം സർജിക്കൽ ടീം കട്ട് ചെയ്ത ഓരോ ലെയറും തുന്നി വയ്ക്കുന്നു. ഈ C-സെക്ഷൻ സർജറി ചെയ്യാനെടുക്കുന്ന ആകെ സമയം 15 മുതൽ 30 മിനിറ്റ് വരെയാണ്. പ്രസവം കഴിഞ്ഞ അമ്മ റിക്കവർ ചെയ്യാനായി 4 മുതൽ 7 ദിവസം വരെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. 8 മുതൽ 12 ദിവസം കൊണ്ട് സാധാരണയായി കട്ട് ചെയ്ത മുറിവുകൾ ഉണങ്ങും. കാലക്രമേണ മുറിവുണ്ടാക്കിയ പാട് തിന്നാവുകയും ശരീരത്തിൻ്റെ നിറത്തിലേക്ക് മാറുകയും ചെയ്യും.